ഹലോ. എടാ, ഇപ്പൊ ഇല്ലേ നമ്മുടെ OLX-ലൂടെ ഒരു സ്കാം നടക്കുന്നുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് പറയാനാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഞാനിപ്പോ ജോബ് നോക്കുന്നുണ്ട്. അപ്പൊ ഞാൻ മെയിൻലി ഇൻഡീഡ് അതുപോലെ തന്നെ OLX ഒക്കെയാണ് ഞാൻ ജോബ് നോക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം OLX-ൽ ഇങ്ങനെ ഒരു ജോബിന്റെ വെയർ ഹൗസ് ജോബ് എന്ന് കണ്ടു. അങ്ങനെ ഞാൻ അതിന് അപ്ലൈ ചെയ്തിട്ടു. അതിനൊരു കുട്ടി എന്നെ കോണ്ടാക്ട് ചെയ്തു. വാട്സപ്പ് ത്രൂ കോണ്ടാക്ട് ചെയ്തു. അങ്ങനെ ആ കുട്ടി ഇങ്ങനെ ഇന്റർവ്യൂ കാര്യങ്ങൾ ഷെഡ്യൂൾ ചെയ്യട്ടെ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഇവരുടെ ഓഫീസ് എവിടെയാണ് എന്താണെന്നൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞു ബാംഗ്ലൂരാണ്, ഇവര് ഹെഡ് ഓഫീസിൽ നിന്നാണ് കോൾ ചെയ്യുന്നത്. അപ്പൊ നിങ്ങളെ ലൊക്കേഷൻ എവിടെയാ? കാരണം ഞാൻ നോക്കുന്നത് ഇപ്പോൾ നമ്മുടെ എറണാകുളം കൊച്ചി അങ്ങനെയാണ് ഞാൻ നോക്കുന്നത്. എറണാകുളത്തേക്ക് മാറാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് ഞാൻ നോക്കുന്നത്. അപ്പോൾ അവർ പറഞ്ഞു നമ്മൾ ഹെഡ് ഓഫീസിൽ നിന്നാണ്, ലൊക്കേഷൻ കറക്റ്റ് അയച്ചു തരാൻ അവർ അവിടെ അല്ലല്ലോ, അപ്പോൾ അവർക്ക് ബുദ്ധിമുട്ടാണ്, അപ്പോൾ ഹെഡ് ഓഫീസിലാണ് ഞങ്ങൾ കോൺടാക്ട് ചെയ്യുന്നതെന്നൊക്കെ അങ്ങനെ പറഞ്ഞു. അങ്ങനെ ഓക്കെ, അങ്ങനെ ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് ബാംഗ്ലൂർ വരണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ബുദ്ധിമുട്ടാണ്, ഞാൻ ബാംഗ്ലൂർ വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ വിത്തിൻ 10 മിനിറ്റ്സിനകത്ത് ഇവർ ഓൺലൈൻ ഇന്റർവ്യൂ ഒക്കെ ഷെഡ്യൂൾ ചെയ്ത്, അങ്ങനെ ഒരു ലേഡിയാണ് എൻ്റെ അടുത്ത് സംസാരിച്ചത്. ഗൂഗിൾ മീറ്റ് ത്രൂ ആയിരുന്നു ഇന്റർവ്യൂ. അങ്ങനെ ഇവർ വന്നു, സംസാരിച്ചു. നമ്മൾ നോർമൽ ഒരു ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ ഫേസ് ടു ഫേസ് ആയിരിക്കും. ഇവര് ക്യാമറ ഓൺ ചെയ്യാനൊന്നും പറഞ്ഞില്ല, വീഡിയോ ഒന്നും ഓൺ ചെയ്യാൻ പറഞ്ഞില്ല. അങ്ങനെ ഇവര് പറഞ്ഞു, അപ്പൊ ഇവര് ആ സമയത്ത് പറഞ്ഞു 3999 രൂപ, അതായത് 4000 രൂപ തന്നെ. അപ്പൊ ഇത് നമ്മൾ ഇന്റർവ്യൂവിന് ശേഷം ഇവർക്ക് പേ ചെയ്യണം. ഇത് പേ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഇവർ ഓഫർ ലെറ്റർ ഒക്കെ പ്രൊസീഡ് ചെയ്യാന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു 3999 രൂപ എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചു. അപ്പൊ ഇവര് പറഞ്ഞു അത് പ്രൊഡക്ട്സ് ഒക്കെ ഹാൻഡിൽ ചെയ്യാനുണ്ടായിരിക്കും, വെയർ ഹൗസിലല്ലേ. അപ്പൊ ഈ പ്രൊഡക്ട്സ് ഒക്കെ ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് എന്തേലൊക്കെ പൊട്ടുക എന്തേലൊക്കെ അത് വന്നിട്ടുണ്ടെങ്കിൽ അതിന്നാണ് പിടിക്കാന്ന് പറഞ്ഞു. അപ്പൊ ഇവർക്ക് ഇത് സാലറിന്ന് പിടിച്ചാ പോരെ? അപ്പൊ ചോദിച്ചപ്പോ ഇവര് പറഞ്ഞു അല്ലാതെ ആ പൈസയിൽ പിടിക്കുക. അപ്പൊ നിങ്ങളുടെ സാലറി സ്റ്റാർട്ടിങ് 20,000 ആണ്, അതിന്റെ കൂടെ നിങ്ങൾക്ക് വേറെ ബുദ്ധിമുട്ടൊന്നും വന്നിട്ടില്ല, വേറെ പൊട്ടലോ അതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഈ പൈസ അതിന്റെ കൂടെ നിങ്ങൾക്ക് ക്രെഡിറ്റ് ആവും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇത് കഴിഞ്ഞ് ഇന്റർവ്യൂ കഴിഞ്ഞ് അങ്ങനെ ഈ ലേഡി മറ്റേ കുട്ടീൻ്റെ അടുത്ത് ചോദിച്ചാൽ മതി, നിങ്ങൾക്ക് കറക്റ്റ് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാന്നൊക്കെ പറഞ്ഞു. അത് ഞാൻ ഈ കുട്ടിയുടെ അടുത്ത് ചോദിച്ചു, ഈ പൈസ എന്താന്ന് ചോദിച്ചില്ല, ഞാൻ ഈ കുട്ടിയുടെ കമ്പനിയുടെ പേര് ചോദിച്ചു. അപ്പൊ ഇവര് പറഞ്ഞു ആമസോൺ വെയർ ഹൗസിലേക്കാണ്, നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കിയാൽ കാണാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ, ആമസോൺ വെയർ ഹൗസ് ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ലൊക്കേഷൻ കറക്റ്റ് എവിടെയാണെന്ന് എനിക്ക് അറിയണം, അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ്, അങ്ങനെ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ചോദിച്ചു. അപ്പൊ ഇവർക്ക് റെസ്പോൺസ് ഇല്ല. ഇവര് അതിന് മുന്നേ ആയിട്ട് എൻ്റെ അടുത്ത് നിങ്ങൾ ആധാർ കാർഡ്, അതേപോലെ തന്നെ സർട്ടിഫിക്കറ്റ്, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഇതൊക്കെ അയക്കാൻ വേണ്ടി പറഞ്ഞു. അയക്കുന്നതിന് മുന്നേയായിട്ട് ഞാൻ ഇത്തരം കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ഇല്ല, അവർക്ക് മറുപടി ഒന്നുമില്ല. പിന്നെ അവരെ ഈ വഴിക്ക് ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ ഇങ്ങനെ ആരെങ്കിലും ഒക്കെ നോക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ളതിൽ പോയി പെടാതിരിക്കുക, പൈസ അയച്ചു കൊടുക്കാതിരിക്കുക.